നമസ്കാരം. എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഡാൻസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ മറക്കുന്നവരെ, നിങ്ങളെ ശരീരത്തിന് ആശ്വാസം കിട്ടുന്നവരെ ഡാൻസ് ചെയ്യുക. സ്കൂളിലൊക്കെ അവസരം കിട്ടുമ്പോൾ അല്ലാതെ നിങ്ങൾക്കൊന്നും ഇതിന് ഒരു സമയം ജീവിതത്തിൽ കിട്ടില്ല. ലോകത്തിലെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും നമ്മുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ ലൈഫാണ്. ആ സ്കൂൾ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ആസ്വദിച്ച് പഠിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പഠനവും നിങ്ങളെ ബ്രെയിനും ഒക്കെ വളർന്നു തരിക. അപ്പോൾ ഈ മതം പറയുന്ന കൂട്ടരോട് നിങ്ങൾ പറയേണ്ടത് സ്കൂളിൽ പാടില്ല. ഇവർക്ക് തലയിൽ തുണിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, ബാൻഡ് ഇട്ടാൽ പ്രശ്നമാണ്, വിളക്ക് കത്തിച്ചാൽ പ്രശ്നമാണ്, സിനിമ കണ്ടാൽ പ്രശ്നമാണ്, പാട്ട് പാടിയാൽ പ്രശ്നമാണ്. പക്ഷെ അവർക്ക് വേണ്ട സ്ഥലത്ത് അവരെല്ലാത്തിനും വേറെ അവിടെ അത് പറ്റും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഈ പാപ്പന്മാരെയും ഈ കാക്കമാരെയും താത്തമാരെയൊക്കെ പണി കേട്ടോ. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ചിലപ്പോ തട്ടവും ഇടാതെ വന്നിരിക്കുന്ന ഈ താത്ത ചേച്ചി കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഈ ഡയലോഗ് അടിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്തൊരു ഡാൻസ് ഉണ്ടല്ലോ, ക്യൂബ ഡാൻസ്. അങ്ങനത്തെ ഒരു ഡാൻസിന് മുസ്ലിം സംഘടനയിൽ ഒരു സംഘടന എതിർത്തു എന്ന ഒരു കാരണം കൊണ്ട് മൊത്തം മുസ്ലിങ്ങളുടെയും മുഖത്ത് കരിവാരിത്തേച്ച് നാറ്റിക്കുക എന്ന ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഈ താത്ത ചേച്ചി ഇവിടെ വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നത്. അല്ലാതെ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കളി കളിച്ചാലും ഈ താത്ത ചേച്ചിയുടെ കളി കളിക്കാതിരിക്കുക. ഇസ്ലാമായി ജനിച്ചിട്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന സംഘപരിവാറിന്റെ കൂടി അവരുടെ കോളവ് കലക്കി അവരുടെ ഷുഗം നക്കി മുസ്ലിങ്ങളെ പരദൂഷണം പറഞ്ഞ് ജീവിക്കുന്ന നാലാംകിട ജീവിതം ജീവിക്കുന്ന ഈ താത്ത ചേച്ചിയുടെ ജീവിതം ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. പിന്നെ ഈ താത്ത ചേച്ചിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, സ്വർണ്ണക്കള്ളിന്ന്. ഞാൻ പറഞ്ഞല്ല, നാട്ടുകാർ പറയുന്നത് കേട്ടതാണ്. അതായത് ആരാന്റെ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് മുങ്ങിയതാണ്, അത് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഇതുപോലുള്ള പേരും കൂടി നിങ്ങൾ എടുക്കാതിരിക്കുക. കള്ളൻ കള്ളി എന്നുള്ള പേരും കൂടി എടുക്കാതിരിക്കുക. ഇത് മതി നിങ്ങൾ ജീവിതം മുന്നോട്ട് പോവാൻ. അപ്പൊ എന്താ താത്ത ചേച്ചി, എങ്ങനെയുണ്ട്? നീ ഒന്ന് ഇങ്ങോട്ട് മാന്തി, ഞാൻ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് ചൊറിഞ്ഞു. ആദ്യം നീ നന്നാവ്, എന്നിട്ട് നീ കുട്ടികളെയോ നാട്ടുകാരുടെ കുട്ടികളെയൊക്കെ ഉപദേശിക്കാൻ പാ കേട്ടാ. പോയിട്ട് സംഘപരിവാറിന്റെ കോണകം നക്കി കൊടുത്ത് ജീവിക്കാൻ നോക്ക്. പോ ഇടം കാലിയൊക്കെ വെച്ച് ചിലക്കാൻ വന്നിരിക്കണം. പൊല്ല് അടിച്ചുവിട്.